ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. UDF സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരണം അവസാനിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി VD സതീശൻ നടത്തി. എന്നാൽ പൊതുജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല പദ്ധതികളും ബജറ്റിന് പുറത്താണ്. ക്ഷേമ പെൻഷൻ തുക ഉയർത്തൽ, സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവി തുടങ്ങിയ പെൻഷൻ പദ്ധതികളുടെ കാര്യം VD സതീശൻ ബജറ്റിൽ പരാമർശിച്ചിട്ട് പോലുമില്ല. കേരളത്തിലെ 600 കിലോമീറ്റർ തീരദേശം, തുറമുഖം, നദികൾ, കായലുകൾ തുടങ്ങി സർവ്വ മേഖലകളെയും പ്രതിപാദിച്ചു പോയ ബജറ്റിൽ പെൻഷൻ ഇല്ലെന്ന് പറയുന്നത് അല്പം ആശ്ചര്യമുണർത്തുന്ന കാര്യം തന്നെയാണ്. UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന സുപ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നത്. എന്നാൽ അത്തരമൊരു പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടില്ല. VD സതീശൻ സർക്കാരിൻ്റെ കന്നി ബജറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാകുമെന്ന് തുടക്കം മുതൽക്കേ പല കോണിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പെൻഷൻ തുക ഉയർത്തുക, അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക തുടർന്നു നൽകുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ അവയിൽ ചിലത് മാത്രമാണ്. LDF സർക്കാർ പ്രഖ്യാപിച്ച 2000 രൂപയിൽ നിന്ന് 3000 രൂപയിലേക്ക് പെൻഷൻ തുക ഉയർത്തുമെന്ന വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയതാണ് UDF സർക്കാർ. എന്നാൽ ആദ്യ ബജറ്റിൽ തന്നെ പറഞ്ഞ വാക്ക് പാലിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. വരും ബജറ്റുകളിലെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഉയർത്തുന്നത്. അതുപോലെ LDF സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങും മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. സംസ്ഥാനത്തെ നിർധനരായ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പദ്ധതിക്ക് വെറും 2 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. LDF അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ അനുവദിച്ച 2 ഗഡുക്കൾ മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാഗമായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ഇതുവരെ എത്തിയത്. LDF സർക്കാർ അവസാന നാളിൽ പ്രഖ്യാപിച്ച പദ്ധതിയായതിനാൽ തന്നെ പിന്നീട് വരുന്ന സർക്കാരിന് മേൽ അത് സാമ്പത്തിക ബാധ്യത തീർക്കുമെന്ന വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിരുന്നു. LDFന് വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കാതെ വന്നതോടെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ശോഭയും മങ്ങി. UDF സർക്കാരിനെ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപ്പര്യമില്ലെന്ന കാര്യം ഏകദേശം ഇപ്പോൾ വ്യക്തമാണ്. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കുന്ന കാര്യം ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. കുടിശ്ശിക അനുവദിക്കുകയും ചെയ്തിട്ടില്ല. അതേസമയം ജീവനക്കാരുടെ DA പെൻഷൻകാരുടെയും DR എന്നിവ മുടക്കമില്ലാതെ നൽകുമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും മുൻ സർക്കാർ പ്രഖ്യാപിച്ച അഷ്യേർഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുകയാണിപ്പോൾ. അതിനാൽ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കൂ.